ഞാറുനടിയിൽ മഹോത്സവം സംഘടിപ്പിച്ചു. കർഷക കൂട്ടായ്മയുടെയും ഉപാസന ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ കുന്നിക്കോട് കടുമംഗലം ശിവക്ഷേത്രത്തിന് സമീപം ഉപാസന ഏലയിലാണ് ഞാറുനടിയിൽ നടത്തിയത്. കന്നുകൂട്ട് പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ പഴയ കാലത്തെ അത് എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, കലപ്പി നോക്കുമല്ലോ, നിങ്ങളൊന്ന് വന്ന് നോക്കും. അതെല്ലാം തുരുമ്പെടുത്ത് പോകാറായിരിക്കും. നമുക്ക് അന്നം തരുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്, അതൊന്ന് ഉണർവാക്കി പുതിയ ലോകത്തിലേക്ക് നാണ്ട മൂവാറ്റുപുഴയും പെരുമ്പാവൂരൊക്കെ നാണ്ട് എത്രയോ കാളന്മാരെ അടിക്കണം. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് അത് കൊല്ലുവോ, മനുഷ്യനെ കൊല്ലുവോ, അതിന് ഒരു ഇതുമില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ നിയമം. നമ്മുടെ ഈ നിയമം മാറ്റിയിട്ട് നല്ല രീതിയിൽ കർഷകരെയൊക്കെ ഉത്സാഹിപ്പിച്ച സന്തോഷമായിട്ട് പോകാൻ നല്ലൊരു ജീവിതം കുഞ്ഞുങ്ങൾക്ക് കാണാനും ഒരു ഉത്സവമായിട്ട് തിരിച്ചെടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും എല്ലാവരോടും പറയാനുള്ളത്. ഒരു കർഷകന്റെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നത്. കർഷക സംഘം കുന്നിക്കോട് ഏരിയ സെക്രട്ടറി രാജു ഡഗ്ലസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ബിജു കെ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. കന്നുകാലിയെ വളർത്തി പാൽ ഉൽപ്പാദിപ്പിച്ച് കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന കേരള ഗവൺമെന്റ് ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ പാൽ ഉൽപാദകരായി കന്നുകാലികളെ വളർത്തുന്നവരുടെ ആളുകളുടെ എണ്ണം വർദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് പാലാണ്. ആ നിലയിൽ കന്നുകാലിയെ വളർത്തി പാൽ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് ജീവിതം കണ്ടെത്തുന്ന 2 കോടിയിലധികം ആളുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അതിലൊരു ചെറു ശതമാനം മാത്രമാണ് കേരളം. കേരളത്തിലെ ക്ഷീര ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന മിൽമ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ക്ഷീര ഉൽപാദകരെ വിസ്മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലം പ്രവർത്തിച്ചത്. അപ്പോൾ അത് മാറുകയാണ്. മേഖലയിലെ ക്ഷീര യൂണിയന്റെ എല്ലാ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകൾ വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. കന്നുകാലിയെ മേടിച്ചു വളർത്താൻ പലിശരഹിതമായി പണം കട നൽകാൻ വേണ്ടി മിൽമ തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം യൂണിയൻ തീറ്റയുടെ സബ്സിഡി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാ പത്രമാധ്യമങ്ങളിലും വായിച്ചു. ഒട്ടേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ട് കന്നുകാലിയെ വളർത്തുന്ന കാര്യത്തിൽ. ആ കാര്യത്തിലും ഈ പഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജില്ലാ സെക്രട്ടറി സി ബാൾഡ്വിൻ കന്നുകൂട്ട് പ്രദർശന വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. സംഘം ഏരിയ കമ്മിറ്റി അംഗം കെ ദിലീപൻ ഉപാസന സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം ബി രാജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാർ, മേലില കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 10ഓളം ഉരുക്കൾ പങ്കെടുത്ത ചെളിക്കളത്തിലെ വേഗത കന്നുകൂട്ട് പ്രദർശനം കാണികൾക്ക് അക്ഷരാർത്ഥത്തിൽ നവ്യാനുഭൂതി പകർന്നു. കേരളത്തിന്റെ തനത് കലയും കർഷകർക്ക് ആവേശം പകരുന്നതുമായ കന്നുകൂട്ട് ഇന്ന് അന്യം നിന്നപ്പോൾ പുതുജീവൻ പകർന്ന് കർഷകർക്കും പുതുതലമുറ കാഴ്ചയൊരുക്കിയ ഉപാസന ഗ്രൂപ്പിനെ ചടങ്ങിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കേരളത്തിന്റെ വലിയ ഉത്സവമായിരുന്ന മരമടി മത്സരം നടത്താൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യം കർഷകരിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.